ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കടകളിൽ നിന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റി തന്നെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. നിലക്കടല ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഈ പീനട്ട് ബട്ടർ തയ്യാറാക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ പീനട്ട് ബട്ടർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്തെടുത്ത നിലക്കടലയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലൊക്കെയുള്ള ഈ കടലയുടെ മിക്സൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒന്നും കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ പരുവത്തിലാണുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കാതെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ നിർബന്ധമില്ല. പിന്നെ ഈ പഞ്ചസാരക്ക് പകരം നിങ്ങളുടെ തേനുണ്ടെങ്കിൽ തേന് 2 ടീസ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2 വട്ടം നമ്മൾ മിക്സി ഓണാക്കി ഓഫാക്കിയും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 30 സെക്കൻഡോളം നമുക്ക് ഓണാക്കി ഓഫാക്കിയായിട്ട് അടിച്ചെടുക്കണം. അപ്പോഴൊക്കെ നമ്മളെ കടലയൊക്കെ നല്ല സോഫ്റ്റായി അതിൽ നിന്നുള്ള എണ്ണ പുറത്തോട്ട് വരും. നമ്മൾ വേറെ എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ കടലയിൽ നിന്നുള്ള എണ്ണ തന്നെയാണ് ഇതിലോട്ട് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായി അടച്ച് വെച്ച് നിർത്താതെ ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സി ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഇങ്ങനെ വീണ്ടും അടിച്ചെടുക്കുക. ഇങ്ങനെ ഞാനിവിടെ ഇപ്പോൾ ഒരു 3 വട്ടം 30 സെക്കൻഡ് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു 3 വട്ടമാണ് ഇപ്പോൾ അടിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ പീനട്ട് ബട്ടർ നല്ലവണ്ണം നെയ്യൊക്കെ പുറത്ത് വന്ന് അതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് വന്ന് നല്ല കറക്റ്റ് പീനട്ട് ബട്ടറിന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പീനട്ട് ബട്ടറിൻ്റെ അതേ ഒരു തിക്കിൽ തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് പീനട്ട് ബട്ടർ കറക്റ്റ് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ പീനട്ട് ബട്ടർ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള പഞ്ചസാരയും ഉപ്പും പിന്നെ നിലക്കടലയും മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നല്ല അടച്ചുറപ്പുള്ള കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമുക്ക് ഒരാഴ്ചയിൽ ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ കാണും, അതിൽ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.